എല്ലാവർക്കും മിസ്റ്റർ സെറ്റിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വാട്ടർ പമ്പ് മോട്ടറാണ്. അത് നമ്മൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനായി ആദ്യം വേണ്ടത് നമ്മുടെ ടോയ്സിലുണ്ടാകുന്ന ഒരു മോട്ടറാണ്. പിന്നെ വേണ്ടത് നമ്മൾക്കൊരു ചെറിയൊരു കഷ്ണം PVC പൈപ്പാണ്. ഈ PVC പൈപ്പ് നമ്മുടെ അടുത്തുള്ള മോട്ടറിനനുസരിച്ച് അളവെടുത്തിട്ട് നമ്മൾക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ആ PVC പൈപ്പ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ കട്ട് ചെയ്ത ഭാഗം നമുക്കൊന്ന് ഒരു പേപ്പറിലിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾക്ക് ഈ PVC പൈപ്പിൻ്റെ അതേ വലുപ്പത്തിനനുസരിച്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ 4 പീസാണ് എടുത്തിരിക്കുന്നത്. 3 പീസ് ആ PVC പൈപ്പിന് വലുപ്പമുള്ള 3 പീസാണ്. മറ്റൊരു പീസെന്ന് വെച്ചാൽ PVC പൈപ്പിനെക്കാട്ടും 1 സെൻറ്റിമീറ്റർ കുറഞ്ഞായിട്ടാണ് മുറിക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഒന്നിൻ്റെ അകത്ത് ഇതേപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്കാണ് മോട്ടർ വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പശ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ മോട്ടോറിൻ്റെ അകത്തേക്ക് 2 വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ആ PVC പൈപ്പ് മുറിച്ചതിലേക്ക് നമുക്ക് ആ മോട്ടർ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഒരു 3 സെൻറ്റിമീറ്റർ അളവിൽ നമുക്ക് PVC പൈപ്പ് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾക്ക് ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഒരു പേപ്പറിലിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി വേണ്ടത് ഒരു പെണ്ണിൻ്റെ നിബ്ബാണ്. അത് നമ്മൾക്ക് 1 സെൻറ്റിമീറ്റർ ആയിട്ട് നിബ്ബ് മുറിച്ചെടുക്കണം. ഇനി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലേക്ക് നമ്മൾക്ക് സോൾഡറിങ്ങാണ് വെച്ച് ഒരു നടുവിൽ ആ പെണ്ണിൻ്റെ നിബ്ബ് പോകാൻ മാത്രമായിട്ടുള്ള ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. ആ ഹോൾസിലേക്ക് പെണ്ണിൻ്റെ നിബ്ബ് വെച്ച് പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി 1 സെൻറ്റിമീറ്റർ വീതി 1 സെൻറ്റിമീറ്റർ നീളമുള്ള ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ 4 പീസാണ് വേണ്ടത്. ഈ പീസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതൊരു പ്ലസ് മോഡലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒട്ടിച്ച ആ പീസ് എടുത്ത് നമ്മൾക്ക് മോട്ടറിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് PVC പൈപ്പ് എടുത്ത് ഇതേപോലെ വെച്ചൊന്ന് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി വേണ്ടത് ഇതേപോലെയുള്ള ഒരു കളർ പെന്നാണ് ആവശ്യം. ഈ കളർ പെൻ ഇതിൽ കാണുന്നത് പോലെ വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുൻപ് ഭാഗത്തായിട്ട് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആ കട്ട് ചെയ്ത പീസ് മോട്ടറിലേക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് റോൾസ് ഇട്ട് കൊടുക്കണം. ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇതേപോലെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലേക്ക് സെൻട്രലായിട്ട് നമുക്ക് റോൾസ് ഇട്ട് കൊടുക്കണം. ഈ ഹോൾസിട്ട പീസ് നമുക്ക് മോട്ടറിലേക്ക് ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം.
നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ നമ്മൾക്ക് വയറ് പോകാൻ മാത്രമായിട്ടുള്ള ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. മോട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ ഗണ്ണ് വെച്ചാണ് അവിടെ ഒട്ടിക്കുന്നത്. അത് വെച്ച് നല്ലോണം ഒട്ടിക്കണം, വെള്ളം കയറാതെ നോക്കണം. ഇതിൻ്റെ എല്ലാ ഹോൾസിലും ഗ്ലൂ ഗണ്ണ് വെച്ച് ഒന്ന് ഫില്ലായി കൊടുക്കുക. ഇതേപോലെ ഇടയ്ക്കൊന്ന് മോട്ടർ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം, അല്ലെങ്കിൽ ഒട്ടിച്ച പശ കൊണ്ട് ഉള്ളിലത്തെ സാധനം കൂടെ ഒട്ടിപ്പോകുന്നത് ശ്രദ്ധിക്കണം. ഇനി കുറച്ച് നീളമുള്ള വയറെടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് കണക്ഷൻ ചെയ്ത് കൊടുക്കണം. ഇനി കണക്ഷൻ ചെയ്യുന്നതിലേക്ക് 2 സ്ലീവ് എടുത്തിട്ട് കൊടുക്കുക. അത് നമുക്ക് പുറത്തെ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് ചെറിയ പൈസ വാങ്ങാൻ കിട്ടുന്നതാണ്. സ്ലീവ് ഇടുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ടാകാതിരിക്കാനും പിന്നെ ഒന്ന് വെള്ളം കയറാണ്ടിരിക്കാനുമാണ്. സ്ലീവ് ഇട്ടതിന് ശേഷം അവിടെ ഒന്ന് ഉരുക്കി കൊടുക്കാം, എന്നാലേ അവിടെ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ. ഇത് നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പൈപ്പാണ്. ഇത് വാട്ടർ ലെവലിൽ നിന്ന് എടുക്കുന്ന പൈപ്പാണിത്. ഇത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് കയറ്റി കൊടുക്കാം. ഗ്ലാസ്സിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരേണ്ടിയിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണിച്ചു തരാനാണ് ഞാനിങ്ങനെ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചിരുന്നത്. ആ പൈപ്പ് എടുത്ത് നമ്മൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പൈപ്പ് എടുത്തതിന് ശേഷമാണ് നല്ല പവറുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇതിന് ഏതെങ്കിലും ഒരു കളറിലുള്ള ഒരു പെയിൻറ്റ് നമുക്ക് ഇതിന് അടിച്ചു കൊടുക്കാം.